പാലക്കാട് പന്ന്യങ്കര ടോൾ പ്ലാസയിൽ നാളെ മുതൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാൻ നീക്കം. ഇനിയും സൗജന്യം തുടരാനാവില്ല എന്നാണ് ടോൾ കമ്പനിയുടെ നിലപാട്. വിഷയത്തിൽ പി സുമോദ് MLA നേതൃത്വത്തിൽ ഇന്ന് ചർച്ച നടക്കും. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന്. നിഖിൽ, ഇതിനു മുമ്പും ഈ തീരുമാനവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോൾ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല എന്ന് ടോൾ കമ്പനി വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ ശക്തമായ പ്രതിഷേധം തന്നെ ഉയർന്നു വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ നിഖിൽ പ്രമേഷ്? ശ്രീജിത്ത്, നാളെ മുതൽ ടോൾ കമ്പനി അറിയിക്കുന്നതനുസരിച്ചാണെങ്കിൽ പ്രദേശത്തെ 6 പഞ്ചായത്തുകളിലുള്ള ആളുകൾക്ക് അനുവദിച്ച് നൽകിയിരുന്ന സൗജന്യം ഇനി നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. കാരണം ടോൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ അവർ അറിയിച്ചിരുന്നു ഇത്തരത്തിൽ സൗജന്യം നൽകുക സാധ്യമാകില്ല എന്നുള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കാണിച്ചുകൊണ്ടാണ് ഈ 6 പഞ്ചായത്തുകളിലെ ആളുകൾ ഇതിലൂടെ കടന്നു പോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ദൈനംദിന കാര്യങ്ങൾക്ക് നിരന്തരം ഈ ടോൾ കടന്നു പോകേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ടോൾ തുക നൽകിക്കൊണ്ട് കടന്നു പോകുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാൾ പ്രതിഷേധവും മറ്റും ഉയർന്ന് ടോൾ നൽകാതെ പാസ് കാണിച്ച് അവർ കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ടോൾ കമ്പനി പറയുന്നത് ഇനി അത്തരത്തിലുള്ള സൗജന്യം നൽകാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നാളെ മുതൽ ടോൾ പിരിക്കുമെന്നുള്ള കാര്യം അവർ അറിയിക്കുന്നത്. എന്തായാലും നാളെ ടോൾ പിരിക്കാൻ ആരംഭിക്കുകയാണെങ്കിൽ പതിവ് പോലെ കാര്യമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നാണ് അവർ അറിയിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പി സുമോദ് MLA സാന്നിധ്യത്തിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അതിൽ പ്രദേശവാസികളുടെ പ്രതിനിധികളും അതോടൊപ്പം തന്നെ ടോൾ കമ്പനി അധികൃതരും ഒക്കെ ചർച്ചയിൽ പങ്കെടുക്കും. ഈ ചർച്ചയിലൂടെ ഒരു സമവായം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നാട്ടുകാർ. അതല്ലെങ്കിൽ നാളെ മുതലും അവർക്ക് സ്കൂൾ ബസ്സുകൾക്കടക്കം അതിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് ടോൾ നൽകേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഒരു സാഹചര്യം ടോൾ കമ്പനി ഉണ്ടാക്കുകയാണെങ്കിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്നും അവിടുത്തെ ജനകീയ കൂട്ടായ്മ അറിയിക്കുന്നുണ്ട്. ശരി, നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു പാലക്കാട്ട് നിന്ന്.